അസ്സലാമു അലൈക്കും. ഇന്ന് നല്ല അയക്കൂറ ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. ഇന്ന് വെള്ളിയാഴ്ച ഇപ്പം ജുമായിന് വന്നേ ഉള്ളൂ. ആക്കി വെച്ചിട്ട് അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചത്. വെള്ളിയാഴ്ച ജുമാക്ക് ബിരിയാണി നിർബന്ധമുണ്ടോ എല്ലാവർക്കും? എനിക്ക് പണ്ടുണ്ടായിരുന്നു നാട്ടിലുണ്ടാകുമ്പോൾ. കാരണം ആൾ ആരെങ്കിലും ഉണ്ടാക്കി തരും. അപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ചെറുങ്ങനെ ചൂടല്ലാവൂലേ? വീടിന് ആരോടുകൂടെ നമ്മളെ സ്വന്തം കണ്ണാടി നോക്കി ചൂടാണ്ട് എന്തുകൊണ്ട് ബിരിയാണി നാട്ടിലാണ് അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇടയ്ക്കിടെ ഉണ്ടാക്കും. ബാച്ചുലർ ഗൾഫല്ലേ, അപ്പോൾ ഇടയ്ക്ക് എല്ലാ വെള്ളിയാഴ്ച ഉണ്ടാക്കില്ല, ചില വെള്ളിയാഴ്ച ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് നല്ലൊരു അയക്കൂറ കിട്ടിയിരുന്നു ഇന്നലെ. അപ്പോൾ അത് ഇന്ന് നല്ലൊരു ബിരിയാണി ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഇപ്പോൾ കാണിച്ചിടാം. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ? വാ നോക്കിയേ, നമ്മൾ അയക്കൂറ ബിരിയാണി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഈ മീൻ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ബിരിയാണി പൊട്ടെടുത്തിട്ട് അതിലേക്ക് ഉണ്ടല്ലോ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ആ ഓയിലിൽ നല്ലോണം വഴറ്റിയെടുക്കുക. ഇതുപോലെ ഇനി നമ്മൾ എടുത്തിരിക്കുന്നില്ല, ഒരു മീഡിയം സൈസ് 3 ഉള്ളിയാണ്. അത് ചെറുതായി മുറിച്ച് അതും അങ്ങോട്ട് കൊടുത്ത് അത് നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റണം കേട്ടോ. അതുപോലെ നല്ലോണം വേഗം പണി മസാല ഉണ്ടല്ലോ, ഉള്ളി ഇതൊക്കെ നല്ലോണം എന്തായാലും ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ഉണ്ടല്ലോ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടെടുത്ത് പിന്നെ വീണ്ടും വഴറ്റുന്നു. ഇനിയും അടച്ചു വെച്ച് കുറച്ച് നമുക്ക് വേവിക്കാം. ഉള്ളി നല്ലോണം വെന്തോട്ടെ, കരിയാൻ പാടില്ലെന്നേ ഉള്ളൂ കേട്ടോ. കരിനെല്ലാം പോയി നല്ല അടിപൊളിയായിട്ട് വരും. ഓക്കെ. ഇനിയുണ്ടല്ലോ ഏലക്ക, കറാമ്പൂ, പട്ട അതും ഇട്ട് വീണ്ടും നല്ലോണം വഴറ്റി കൊടുക്കുന്നത്. നോക്കിയാൽ ഉള്ളിയൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടാവും. ഉള്ളി ഒന്ന് കടിക്കുമ്പോൾ അറിയാറ് ആ മാതിരി ആവണം. ഇനി തക്കാളി ഒരു 1.5 പീസ് തക്കാളിയാണ്, വലുതായതുകൊണ്ട് 1.5 പീസ് എടുത്തത്. അത് നല്ലോണം ചെറുതായി കട്ട് ചെയ്ത് അതും ഇട്ട് ഇനി അതും നല്ലോണം വേവിക്കും. ഉള്ളി നല്ലോണം വെന്തിട്ടാണ് ഈ തക്കാളി ഇട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. നല്ലോണം ഇനി എന്ത് ചെയ്യാം, നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാം ട്രൈ ചെയ്താൽ. ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയൊന്നുമില്ല, കുറച്ചൊന്ന് മെനക്കിടണം, പക്ഷേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈസിയാണ്. ഇനിയുണ്ടല്ലോ നമ്മളതിലേക്ക് കുരുമുളക് പൊടി ഇട്ടത് 1.5 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് ടർമറിക് പൗഡറും ഈ കുറച്ച് മുളക് പൊടിയും കൊറിയാണ്ടർ പൗഡറും. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ശരിക്കും ഞാനതൊന്ന് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇട്ടേ ഉള്ളൂ. പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റുക. നമ്മൾ കണ്ണൂരൊന്നും അത് ഉപ്പ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടാറില്ല. ഞാനൊരു വെറൈറ്റി നോക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് ഇത്. ശരിക്കും നമ്മളൊരു തലശ്ശേരി കണ്ണൂർ ഭാഗത്തുള്ള ദം ബിരിയാണിയാണ്. മുളകും മല്ലിപ്പൊടിയും ഇല്ല കേട്ടോ, നിങ്ങൾ ഇടണ്ട, വേണം കിട്ടാൽ മതി. ഇനി മല്ലിയില ഇട്ടിട്ട് നല്ലോണം ഇപ്പം മസാല ഇപ്പോൾ ഉണ്ടല്ലോ ഈ പരുവത്തിൽ വരണം, നല്ല അടിപൊളി വെന്തിട്ട് വരണം. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടോ മസാലയ്ക്ക്. ഇനി നമുക്കിതാ ഒന്ന് തുറന്ന് നോക്കാം. നമ്മളെ മസാല നോക്കിയേ, നല്ല അടിപൊളിയായിട്ടില്ലേ? മണം എന്നറിയാം, മൂക്കിലേക്ക് ഇങ്ങനെ മണ്ണടിക്കും. നിങ്ങൾക്കിപ്പോൾ മണം കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ, നിങ്ങൾ കണ്ടോട്ടോ. ഇനി നമുക്ക് മീൻ്റെ പരിപാടി എടുത്ത് നമ്മൾ നെയ്മീൻ മസാല പരത്തി വെച്ചിട്ടുണ്ട്. വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ടിട്ട് മസാല ആക്കിയതാണ്. അത് അരമണിക്കൂർ നമ്മൾ മസാല ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഓയിലോ എന്താണെന്ന് വെച്ചാൽ അത് ഒഴിച്ചിട്ട്, ഞാൻ ഓയിൽ അത് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്യുക. ഓരോ ഭാഗവും 3 മിനിറ്റ് വെച്ച് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ ഫ്രൈ ഏകദേശം റെഡി ആയിരിക്കുന്നു. ഈ എപ്പോൾ ഉണ്ടല്ലോ തീ ചെറുത്ത് വെച്ച് ആദ്യം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ നല്ല അടിപൊളിയായിട്ടും കരിയൊന്നും പറ്റില്ല. ഇനി നമുക്ക് അതിൽ നിന്നില്ലേ ആ മുള്ള ഒഴിവാക്കിയിട്ട് പതുക്കെ അത് പറിച്ചെടുക്കും, ഇങ്ങനെ മുറിച്ചെടുക്കുക അതിൽ നിന്ന്. ഇതേ മുളകിൽ ഉള്ളിയൊക്കെ വട്ടുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്തത്, ലൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഈ മീൻ പൊരിച്ചതിൽ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ വട്ടി നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇനി നമ്മൾ മസാലക്കുള്ള ഇത് മസാലയിലിടാൻ വേണ്ടിയിട്ടാണ് ഈ മീൻ്റെ. ഇനി അതിൽ മിക്സ് ആക്കുമ്പോഴല്ലോ നല്ല അടിപൊളിയായി വരും. ഇത് ശരിക്കും ആദ്യം ഇട്ടാൽ ഇതിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടുന്നത് തന്നെ എന്തിനാണെന്ന് വെച്ചാൽ മീനിൻ്റെ ഫ്ലേവർ ശരിക്കും മസാലയിൽ പിടിക്കും. ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ചിട്ടാൽ കുറച്ച് നല്ല അടിപൊളിയല്ലാത്ത മീൻ അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. കാണാൻ മഞ്ചുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തുള്ള. ഇനി നല്ല മസാല റെഡി. ഇങ്ങനെ ആയ മസാല നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കണ്ടേ? കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് ചെറിയൊരുള്ളി ചെറുതായി മുറിച്ചത് ഇട്ടുകൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി അതിൽ തന്നെ ഏലക്ക, കറമ്പ്, പട്ട അതും ഇട്ടേ. ഇനി നമ്മൾ അരി ഇടുന്നത്, അരി 4 ഗ്ലാസ് അരിയാണ് ഇട്ടത്. 4 ഗ്ലാസ് അരി 20 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലിട്ട് ഇത് വറക്കുന്ന ടൈപ്പ് ആക്കുന്നുണ്ട്. വറുത്തെടുക്കുന്ന മാതിരിയാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റാണ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ നല്ലൊരു മണവും വരും, നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരിക്കും ചോറിന്. ഇതുപോലെ ഞാൻ ചെയ്യാറ്. ഇനി അതിലേക്ക് ഉണ്ടല്ലോ 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളവും 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടേ. എന്നിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ തിളക്കുമ്പില്ലേ അതിലേക്ക് ഒരു ചെറുനാരങ്ങ പീന് കൊടുക്കാം അങ്ങോട്ട്. അപ്പോൾ നല്ല അരിയൊന്നും പറ്റി പിടിക്കില്ല. ചോറ് വെച്ചാൽ പറ്റി പിടിക്കില്ലേ, അതുണ്ടാവില്ല. നല്ലോണം പീന് കൊടുത്ത് അതിലിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി കുറച്ച് വേവിക്കാം. ടോട്ടൽ 20 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ നല്ല അടിപൊളി നെയ്ച്ചോറ് കിട്ടും. പിന്നെ കുറേ സമയം ഇളക്കി കൊടുക്കാൻ പാടില്ല. ടോട്ടൽ 2 പ്രാവശ്യം ഇളക്കേണ്ടി വരും. ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗം, പിന്നെ അതുപോലെ ഒന്നും കൂടി തുറന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക, അത്രയും വേണ്ടി.
ഇതിപ്പോൾ നോക്കിയേ അതുപോലെ ഇനി ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നത്. ഇനി നമുക്കൊന്നും കൂടി ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കൊന്നും കൂടി ഇളക്കാം. നമ്മൾ ചോറ് നോക്കിയാൽ നല്ല വറവറാന്ന് പറ്റി പിടിക്കില്ല, നല്ല അടിപൊളി ചോറായി വരും. നെയ്ച്ചോറ് മാത്രം വെക്കുന്നെങ്കിലും ഈ ടൈപ്പ് നിങ്ങൾക്ക് പിന്തുടരാം കേട്ടോ. കുറച്ചും കൂടി വേവിച്ചാൽ മതി, ഒരു 5 മിനിറ്റും കൂടി അധികം. നോക്കിയാൽ നമ്മൾ ചോറ് നല്ല വറവറാന്ന് വന്നിട്ട് നോക്കിയേ. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്താ പരിപാടി? ദമ്മിടൽ. നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് ആ മുകളിലത്തെ ചോറ് താഴ്ത്തിട്ട് എന്നിട്ട് കുറച്ചൊന്ന് ലെവലായി കൊടുത്തിട്ട് അതിലേക്ക് മസാല ഇടും. നമ്മൾ മസാല ഉണ്ടല്ലോ, ആ മസാല അങ്ങോട്ടേക്ക് പതുക്കെ അതെല്ലാം ചുറ്റും അങ്ങ് മസാല പിടിക്കുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കാം. ആ ചോറിനനുസരിച്ചിട്ട് തന്നെ ആ മസാല ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കാം. ഇനി അതിലേക്കുണ്ടല്ലോ മല്ലിയില, ഗരം മസാല ഇട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒനിയനും അണ്ടിപ്പരിപ്പും കാഷ്യൂം, അതും അങ്ങിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഈ പരുവത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തല്ലോ. ഇനി നമുക്ക് നമ്മളെ ചോറ് ബാക്കിയില്ല, അടിയിലുള്ള ചോറ് അത് മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. ചോറ് നോക്കിയാൽ നല്ല പറവറാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയാൽ അടിപൊളിയായിട്ട് ചോറ് കിട്ടും. ഓക്കെ, ഇനി അതൊന്ന് ലെവലായി കൊടുക്കാൻ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും മല്ലിയിലയും അതുപോലെ നമ്മൾ ഫ്രൈഡ് ഓനിയനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. ഈ കുക്കിംഗ് ഉണ്ടല്ലോ വളരെ ഈസിയാണ്, കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടിയാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആയിക്കഴിഞ്ഞാലോ നമ്മൾ ഈ എപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും, എളുപ്പമാവും. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് മീനങ്ങ് വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലേക്ക്. ഇത് ഓൾറെഡി കുക്കായതാണ്, ജസ്റ്റ് നമ്മുടെ മുകളിൽ വെക്കുന്നേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള കുറച്ച് മല്ലിയിലയും ആ അണ്ടിപ്പരിപ്പ് മുന്തിരിയല്ലേ ഫ്രൈ ചെയ്ത് അതും അങ്ങ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ടില്ലേ ഒരു 5 to 8 മിനിറ്റ് നമ്മൾ ദമ്മിനങ്ങ് വെക്കുന്നത് ചെറിയ ഫ്ലെയിമിൽ. ആ അടിയിലുള്ള മസാലയ്ക്ക് മുകളിലേക്ക് ഇങ്ങനെ അതിൻ്റെ മണക്ക് വരും. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. നോക്കിയേ, നമ്മൾ ബിരിയാണി റെഡിയായേ. ഇനി വിളമ്പന്തി ഒന്ന് കാണിച്ചേ. നമ്മൾ ആ ബിരിയാണി മീനൊക്കെ അങ്ങോട്ട് മാറ്റി പിറകോട്ടേക്ക് മാറ്റി വെക്കുന്ന അതിൽ നിന്ന് മാറ്റി ഞാൻ വേറെ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കേട്ടോ. നോക്കിയേ, ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് വിളമ്പാം. ഒരു കയ്യിലെടുത്തത് പതുക്കൊന്ന് ആ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ചൊന്ന് മാറ്റി കൊടുക്കാൻ. ഇത് മൊത്തത്തിൽ കുഴക്കാൻ പാടില്ല ഒരിക്കലും. ബിരിയാണി മൊത്തത്തിൽ കുഴച്ചെടുത്ത് തിന്നാൻ പാടില്ല. ഒരു ഭാഗത്ത് മാത്രം എടുക്കുക. അതായത് ഇതുപോലെ എടുത്ത് നേരെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നോക്കണേ, ഇങ്ങനെ എടുക്കുന്ന പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നത്. ആ മസാല അടിയിൽ നിന്ന് കുറച്ച് അതിലേക്ക് വന്നോളൂ. ഓക്കെ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതിൽ വേറെ കളറോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ആ മസാലിൻ്റെയും അതിൻ്റെയൊക്കെ കളർ മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി ബിരിയാണിയാണ്. ഇനി നമുക്കൊരു നല്ലൊരു അയക്കൂറ മീനെടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുന്നത്. നോക്കി നമ്മൾ ബിരിയാണി നല്ല അടിപൊളിയായിട്ടില്ലേ. ഇനി ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് സെർവ് ചെയ്യാം. ഇന്നത്തെ വെള്ളിയാഴ്ച ബിരിയാണി അടിപൊളിയായിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് അങ്ങനെ പതുക്കെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാലല്ല ഒന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്തേക്ക്, ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കെ.